നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർണാടകയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മംഗളൂരുവിൽ 75 കോടി രൂപ വില വരുന്ന 37 കിലോഗ്രാം MDMA-യുമായി 2 സൗത്ത് ആഫ്രിക്കൻ യുവതികൾ പിടിയിൽ. നോർത്ത് കോട്ടച്ചേരി പത്മ ക്ലിനിക്കിൽ പ്രസവത്തിന് പ്രവേശിക്കപ്പെട്ട ചേറ്റുകുണ്ടിലെ സാഗറിന്റെ ഭാര്യ ദീപയും നവജാത ശിശുവും മരണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യം. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്മ ആശുപത്രിക്ക് മുന്നിൽ ബഹുജന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ടൗണിൽ ഇഫ്താർ വിരുന്നൊരുക്കുന്നതിൽ 19 വർഷം പൂർത്തിയാക്കിയ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ നടത്തി. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് MN സ്മാരകത്തിൽ നടന്നു. കൺവെൻഷൻ പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ റമദാൻ റിലീഫും ഇഫ്താർ സംഗമവും മാർച്ച് 19-ന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതി 2025-26 ജില്ലാതല ഉദ്ഘാടനവും ധനസഹായ വിതരണവും നടന്നു. വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും 2025 ഏപ്രിൽ 29 മുതൽ മെയ് 6 വരെ തീയതികളിൽ നടക്കും. വാർത്തകൾ വിശദമായി. കർണാടകയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മംഗളൂരുവിൽ 75 കോടി രൂപ വില വരുന്ന 37 കിലോഗ്രാം MDMA-യുമായി 2 സൗത്ത് ആഫ്രിക്കൻ യുവതികൾ പിടിയിൽ. കർണാടകയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിതെന്ന് പോലീസ് പറഞ്ഞു. രാജ്യത്തുടനീളം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ബാംബ ഫണ്ട, അബിഗേൽ അഡോണിസ് എന്നിവരെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളായ ഇരുവരെയും ബംഗളൂരുവിൽ നിന്ന് മംഗളൂരുവിലേക്ക് യാത്രയ്ക്കിടെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 37.87 കിലോഗ്രാം MDMA-യും പിടികൂടി. വിപണിയിൽ 75 കോടി രൂപ വില വരും. യുവതികൾ ഡൽഹിയിൽ നിന്ന് വിമാനം വഴിയാണ് ബംഗളൂരുവിലേക്ക് MDMA എത്തിച്ചത്. 2 ട്രോളി ബാഗുകളിലാക്കി വിമാനത്തിൽ കൊണ്ടുവരികയായിരുന്നു. ഇവരിൽ നിന്ന് 4 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. പിടിയിലായ ഇരുവരും മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണികളാണെന്ന് പോലീസ് പറഞ്ഞു. Original name is Olipo Evans. ಅವರು 2016 ಜುಲೈಯಲ್ಲಿ ಡೆಲ್ಲಿಗೆ ಮೆಡಿಕಲ್ ವೀಸಾ ಮೇಲೆ ಬರ್ತಾರೆ. ಆ್ಯಂಡ್ ಆದ ನಂತರ ಅಲ್ಲಿ ವೀಸಾ ಎಕ್ಸ್ಪೈರ್ ಆದ ನಂತರ ಇಲ್ಲಿಗಲ್ ಸ್ಟೇ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅವರು ಕೂಡ ಇದೇ ಬಿಸ್ನೆಸ್ಸಲ್ಲಿ ಸುಮಾರು 1.5 ವರ್ಷ ಇದ್ದಾರೆ. ಮೊದಲೇ ಅವರು ಕ್ಲೋತ್ ಬಿಸ್ನೆಸ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಸೊ ಈ ಇಬ್ಬರು ಲೇಡೀಸ್ ಸಾಕಷ್ಟು ಸತಿ ಬೆಂಗಳೂರು ಮುಂಬೈಗೆ ಪ್ರಯಾಣ ಮಾಡಿದ್ದಾರೆ. ನಮ್ಮದು ಪ್ರಿಲಿಮಿನರಿ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಪ್ರಕಾರ ಕಳೆದ 1 ವರ್ಷದಲ್ಲಿ ಸುಮಾರು 37 ಟೈಮ್ಸ್ ಅವರು ಬೆಂಗಳೂರು ಬಂದಿದ್ದಾರೆ ಮತ್ತು 22 ಟೈಮ್ಸ್ ಡೆಲ್ಲಿ ಹೋಗಿದ್ದಾರೆ. ಸೊ ಒಟ್ಟಾರೆ 1 ವರ್ಷದಲ್ಲಿ 59 ಟೈಮ್ಸ್ ಅವರು ಈ ಡ್ರಗ್ಸ್ ಟ್ರಿಪ್ಸ್ ಮಾಡಿದ್ದಾರೆ. ಆ್ಯಂಡ್ ಸೊ ಇದೆಲ್ಲ ನಮ್ಮ ಮುಂದೆ ಇದೆ. ಫರ್ದರ್ ಇವರು ಬೆಂಗಳೂರು ಲ್ಯಾಂಡ್ ಆದ ನಂತರ ದೇ ವಿಲ್ ಸಾಮಾನ್ಯವಾಗಿ ಅವ್ರ ಮಾಡಸ್ ಪ್ರಕರಣ ಹೇಗೆ ಇರ್ತದೆ, ದೇ ವಿಲ್ ಹೈರ್ ಒಂದು ಕ್ಯಾಬ್. ಆದ ನಂತರ ಕ್ಯಾಬ್ ಆದಾದ ನಂತರ ಇನ್ನೊಂದು ಕ್ಯಾಬ್ ಹೈರ್ ಮಾಡಿ ಮಲ್ಟಿಪಲ್ ಪೆಡ್ಲರ್ಸ್ಗೆ ವೈಟ್ ಫೀಲ್ಡ್, ನೆಲಮಂಗಲ, KR-ಪುರಂ, ಹೊಸಕೋಟೆ ತನಕ ಡೆಲಿವರಿ ಮಾಡಿ ನಂತರ ವಿದಿನ್ 24 hours ಅಲ್ಲಿ ಅಗೇನ್ ರಿಟರ್ನ್ ಬೆಂಗಳೂರಲ್ಲಿ. ಸೊ ಹೀಗೆ ಇದು ಜಲ ಇದು ಇದೆ. ಆ್ಯಂಡ್ ಟು ಸಮ್ ಎಕ್ಸ್ಟೆಂಟ್ ವಿ ಹ್ಯಾವ್ ಬೀನ್ ಏಬಲ್ ಟು ಬ್ರೇಕ್ ದಿಸ್ ನೆಟ್ವರ್ಕ್. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം ബംഗളൂരുവിലേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ സംഘം മയക്കുമരുന്ന് കടത്തുന്നുണ്ട്. പിടിയിലായവരിൽ ഒരാൾ 2020-ലും മറ്റൊരാൾ 2016-ലും ഇന്ത്യയിൽ ബിസിനസ് വിസയിൽ എത്തിയവരാണ്. 1 വർഷത്തിനിടെ മാത്രം 37 തവണ ഇവർ ബംഗളൂരുവിലേക്ക് വിമാനയാത്ര നടത്തിയിട്ടുണ്ട്. 22 തവണ മുംബൈയിലേക്കും ഇവർ യാത്ര ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. നോർത്ത് കോട്ടച്ചേരി പത്മ ക്ലിനിക്കിൽ പ്രസവത്തിന് പ്രവേശിക്കപ്പെട്ട ചേറ്റുകുണ്ടിലെ സാഗറിന്റെ ഭാര്യ ദീപയും നവജാത ശിശുവും മരണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യം. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്മ ആശുപത്രിക്ക് മുന്നിൽ ബഹുജന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു.
നോർത്ത് കോട്ടച്ചേരി പത്മ ക്ലിനിക്കിൽ പ്രസവത്തിന് പ്രവേശിപ്പിക്കപ്പെട്ട ചേറ്റുകുണ്ടിലെ സാഗറിന്റെ ഭാര്യ ദീപയും നവജാത ശിശുവും മരണപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഡോക്ടർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഡോക്ടർ ഇനി പ്രസവ ചികിത്സ നടത്താൻ പാടില്ല എന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പത്മ ആശുപത്രിക്ക് മുന്നിൽ ബഹുജന പ്രതിഷേധ ധർണ നടത്തിയത്. CH കുഞ്ഞമ്പു MLA ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആരും വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ നമ്മുടെ കുട്ടികളെയോ നമ്മുടെ ഭാര്യമാരെയോ നമ്മുടെ അമ്മമാരെയോ അനുവദിക്കാറില്ല. വൈദ്യശാസ്ത്രവും പറയുന്നത് അങ്ങനെ വേണ്ട, നിങ്ങൾ തൊട്ടടുത്ത ആശുപത്രിയിൽ പോയിക്കോളൂ. മാത്രമല്ല ഗർഭിണിയാണ് എന്ന് അവർക്ക് തോന്നുന്ന ദിവസം മുതൽ അവർ ഡോക്ടറെ കാണും. അന്ന് ഏതോ സെമിയിൽ പറഞ്ഞാൽ അന്ന് മുതൽ പറയും വിശേഷമുണ്ട്. പിന്നെ പീരിയോഡിക്കലായിട്ട് ഡോക്ടറെ കാണും, കൃത്യമായി സ്കാൻ ചെയ്യും, ഓരോ സമയത്തും എന്താണ് പൊസിഷൻ എന്ന് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കും. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ M കുമാരൻ അധ്യക്ഷനായി. ആക്ഷൻ കമ്മിറ്റി കൺവീനർ പ്രശാന്ത് മുക്കൂട്, വർക്കിംഗ് ചെയർമാൻ നാസ്നിം ബഹാവ്, ആക്ഷൻ കമ്മിറ്റി ട്രഷറർ സുകുമാരൻ പൂച്ചക്കാട്, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ഹക്കീം കുന്നിൽ, ഷൈനി മോൾ, N ശശികുമാർ, PK അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, PK അബ്ദുള്ള, സത്യൻ പൂച്ചക്കാട്, TP അബ്ദുൾ റഹ്മാൻ ഹാജി, അബ്ബാസ് തെക്കുപുറം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ടൗണിൽ ഇഫ്താർ വിരുന്നൊരുക്കുന്നതിൽ 19 വർഷം പൂർത്തിയാക്കിയ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ നടത്തി. ഹയാത്ത് കോംപ്ലക്സിൽ നടന്ന ഇഫ്താർ വിരുന്ന് നർക്കോട്ടിക് സെൽ DYSP MI ഷാജി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരെ ഒരുമിച്ചിരുത്തി സൗഹൃദം പങ്കുവെക്കുന്നതിന് വേദി ഒരുക്കാറുള്ള വ്യാപാരി കൂട്ടായ്മയുടെ ഇഫ്താർ വിരുന്ന് 19 വർഷം പിന്നിടുകയാണ്. ഹയാത്ത് കോംപ്ലക്സിൽ നടന്ന ഇഫ്താർ വിരുന്ന് നാർക്കോട്ടിക് സെൽ DYSP MI ഷാജി ഉദ്ഘാടനം ചെയ്തു. പലതരത്തിലും പല യോഗ്യതയുള്ള ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു സാമൂഹിക സംഗമങ്ങളാക്കി ഇതിനെ ആക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നോമ്പുതുറ സംഗമമെന്ന് പറയാമെങ്കിലും ഇതൊരു സാമൂഹിക സംഗമമായിട്ടാണ് ഇന്ന് നമ്മുടെ കേരള സമൂഹം കാണുന്നത്. നിങ്ങൾ കണ്ടു കാണും, ഇത്തവണ നോമ്പ് തുടങ്ങിയതിന് ശേഷം തമിഴ്നാട്ടിലെ പ്രശസ്തനായ സിനിമാ നടൻ വിജയ് ഇതര മതസ്ഥനാണ്, എന്നാലും ചെന്നൈ കേന്ദ്രീകരിച്ച് ഒരു നോമ്പുതുറ സംഗമവും അതിൽ എല്ലാ വിധത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഒരു നോമ്പുതുറ സംഗമം നടത്തിയത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പാവ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ചുഴലി മുഹ്യുദ്ദീൻ മുസ്ലാർ മുഖ്യാതിഥിയായിരുന്നു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, സ്റ്റുഡന്റ് ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള, ഡോക്ടർ K സുധാകരൻ, AG നൂറുൽ അമീൻ, K മുഹമ്മദ് ആരിഫ്, VPP ഷുഹൈബ, TS നജീബ, VPP മുസ്തഫ, VV അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് MN സ്മാരകത്തിൽ നടന്നു. കൺവെൻഷൻ പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT വർഗീസ് ഉദ്ഘാടനം ചെയ്തു. KSEB കമ്പനിവൽക്കരണത്തിന്റെ ഭാഗമായി പെൻഷൻ തടസ്സപ്പെടാതെ നിലനിർത്തുന്നതിനും നിലവിലെ തൊഴിലാളികളുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിലനിർത്തുന്ന തരത്തിൽ 2013 കൈമാറ്റ കരാറുമായി ബന്ധപ്പെട്ട നടപടികൾ അട്ടിമറിക്കുന്ന തരത്തിലെ ബോർഡ് മാനേജ്മെന്റിന്റെ ചില നടപടികൾ തിരുത്തുന്നതിനും പെൻഷൻ ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കുന്ന പ്രവർത്തനം ത്വരിതപ്പെടുത്തണമെന്ന് KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് MN സ്മാരകത്തിൽ നടന്ന കൺവെൻഷൻ പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അതല്ല ഉദ്ദേശിക്കുന്നത്, പറയാം. ഇപ്പോ ബോർഡിലെ പെൻഷൻകാർ ജീവനക്കാർ ഒത്തൊരുമിച്ച് ഈ സ്ഥാപനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, സ്ഥാപനം തൊഴിലെടുക്കുന്നവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, പെൻഷൻകാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാനുള്ള ഒരു നിരന്തരമായ ശ്രമത്തിലാണ്. സംസ്ഥാന സെക്രട്ടറി K അശോകൻ സംഘടന റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി KP രാമചന്ദ്രൻ, കാഞ്ഞങ്ങാട് ഡിവിഷൻ സെക്രട്ടറി MC സെബാസ്റ്റ്യൻ, കേന്ദ്ര കമ്മിറ്റി അംഗം PJ ജോസോ, കേന്ദ്ര കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ, ഉണ്ണികൃഷ്ണൻ, NV ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
ജില്ലാ പ്രസിഡന്റ് പീറ്റർ സിറിയക് അധ്യക്ഷതയും കാസർഗോഡ് ഡിവിഷൻ സെക്രട്ടറി KP അശോകൻ സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ റമദാൻ റിലീഫും ഇഫ്താർ സംഗമവും മാർച്ച് 19 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ റമദാൻ റിലീഫും ഇഫ്താർ സംഗമവും 19 ബുധനാഴ്ച വൈകിട്ട് 4:30 കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. സംഘടനയുടെ 28ാമത് ഇഫ്താർ സംഗമമാണ് 19 നടക്കുന്നത്. റമദാൻ റിലീഫിലും ഇഫ്താർ സംഗമത്തിലും നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത് ഉൾപ്പെടെ മറ്റ് ജനപ്രതിനിധികൾ, മതമേലധ്യക്ഷന്മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാംസ്കാരിക നായകർ എന്നിവർ സംബന്ധിക്കും. നമുക്കെല്ലാം അറിയാം, എത്രയോ വർഷങ്ങളായി നമ്മളെല്ലാവരും ഈ സംഘടനയുമായി സഹകരിച്ച് നിങ്ങളൊക്കെ സഹകരിക്കുന്നുണ്ട്. വെൽഫെയർ സൊസൈറ്റിയുടെ എല്ലാ പരിപാടികളിലും നിങ്ങളുടെ സജീവമായ സഹകരണവും പങ്കാളിത്തവും പോയ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ വർഷവും സംഘടന നിലവിൽ വന്നിട്ട് 28 വർഷമായി. ഈ വർഷം 28ാമത്തെ പരിപാടിയാണ്. 28ാമത്തെ റമദാൻ റിലീഫും ഇഫ്താർ സംഗമവും ഈ വരുന്ന 19 മറ്റന്നാൾ ബുധനാഴ്ച വൈകിട്ട് 4:30 കാഞ്ഞങ്ങാട് ബിഗ് മാളിലെ മൻസൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി. ഈ സംഘടനയോട് നിങ്ങൾ കാണിക്കുന്ന സഹകരണത്തിന് നന്ദി പറയുന്നു. മറ്റൊരു വിധത്തിൽ നോക്കിയാൽ ഈ സംഘടനയുടെ പ്രവർത്തനം ഈ റംസാൻ മാസത്തിലാണെങ്കിലും അത് ഒരു മതപരമായിട്ട് ചെയ്യുന്ന പോലെയല്ല ഇതിൻ്റെ പ്രവർത്തനം. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ T അബൂബക്കർ ഹാജി, മുഖ്യ രക്ഷാധികാരി പാലക്കി C കുഞ്ഞാമദ് ഹാജി, കോർഡിനേറ്റർ ബഷീർ ആറങ്ങാടി, കൺവീനർ T റംസാൻ, ട്രഷറർ തായൽ അബ്ദുറഹ്മാൻ ഹാജി, ജോയിന്റ് കൺവീനർ MK ലത്തീഫ്, ഡയറക്ടർമാരായ A ഹമീദ് ഹാജി, സൗദി അബൂബക്കർ ഹാജി, M ഇബ്രാഹിം, സാലിഹ് മുട്ടുന്തല എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതി 2025-26 ജില്ലാതല ഉദ്ഘാടനവും ധനസഹായ വിതരണവും നടന്നു. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ ഉദ്ഘാടനം ചെയ്തു.
മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതി 2025-26 ജില്ലാതല ഉദ്ഘാടനവും ധനസഹായ വിതരണവും നടന്നു. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രതിസന്ധിയാണ് വരാൻ പോകുന്നതാണ്, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നതാണ് നമുക്ക് കിട്ടുന്ന സൂചന. കടൽ മണഖനനം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ പോയി. 3 വർഷക്കാലം മുമ്പ് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ പാർലമെന്റിലേക്കുള്ള വിപുലമായ മാർച്ച് അസംബ്ലി നടത്തിയിരുന്നു. മത്സ്യഫെഡ് ഭരണസമിതി അംഗം വി രമേശൻ അധ്യക്ഷത വഹിച്ചു. മത്സ്യഫെഡ് ജില്ലാ മാനേജർ KH ഷെരീഫ് സ്വാഗതവും മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ അമൃതപ്രിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും 2025 ഏപ്രിൽ 29 മുതൽ മെയ് 6 വരെ തീയതികളിൽ നടക്കും. യജ്ഞാചാര്യൻ ഭാഗവത നരഹരി ബ്രഹ്മശ്രീ പട്ടളം മണികണ്ഠൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് സപ്താഹ യജ്ഞം നടത്തുന്നത്. വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും 2025 ഏപ്രിൽ 29 മുതൽ മെയ് 6 വരെ തീയതികളായി നടക്കും. യജ്ഞാചാര്യൻ ഭാഗവത നരഹരി ബ്രഹ്മശ്രീ പട്ടളം മണികണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. മഹോത്സവ പരിപാടികളുടെ ഭാഗമായുള്ള ആദ്യ നിധിശേഖരണം ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. വിമല വെള്ളിക്കോത്ത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ M ദാമോദരൻ വിഷ്ണുമംഗലത്തിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ആഘോഷ പരിപാടിയുടെ ബ്രോഷർ പ്രകാശനവും നടന്നു. വിദ്യാധരൻ കാട്ടൂറിന് നൽകിക്കൊണ്ട് ക്ഷേത്രം മേൽശാന്തി സത്യൻ മധുരമ്പാടി തായർ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. അത്യുജ്വലവുമായ ഒരു വലിയ പരിപാടിയാണ് ഇന്നിപ്പോൾ നടന്നിട്ടുള്ളത്. ഈ ഒരു പരിപാടി നമ്മൾ നടത്തുമ്പോൾ വളരെ ആകാംക്ഷയായിരുന്നു, എങ്ങനെയാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച്. നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു നോട്ടീസുമായി മുന്നോട്ട് പോയപ്പോൾ കസ്തൂർ സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ ആ സമയത്ത് തന്നെ നമുക്ക് വാഗ്ദാനം ചെയ്തു. ഞാൻ ട്രസ്റ്റി ബോർഡ് മെമ്പറോട് ശ്രീ നാരായണനോട് ധൈര്യമോട് പറഞ്ഞ് വളരെ വിജയകരമായ ഒരു പരിപാടി ഇന്ന് അതിൻ്റെ തുടക്കം കുറിക്കാൻ നമുക്ക് ഇന്ന് കഴിഞ്ഞത് ഏറെ സന്തോഷിക്കുകയാണ്. വർക്കിംഗ് ചെയർമാൻ സുധീർ ബാബു സ്വാഗതം പറഞ്ഞു. M ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. പത്മനാഭൻ മണ്ണട്ട നന്ദി രേഖപ്പെടുത്തി. ക്ഷേത്രം മാനേജർ സജീവൻ കുട്ടമത്ത്, ട്രസ്റ്റി മെമ്പർ V നാരായണൻ വിഷ്ണുമംഗലം, ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത്, സന്തോഷ് മധുരമ്പാടി, ദാമോദരൻ A, വിദ്യാധരൻ കാട്ടൂർ, T പത്മനാഭൻ നായർ, ദിവാകരൻ മാസ്റ്റർ, ജാനകിയമ്മ മധുരമ്പാടി, മാതൃസമിതി സെക്രട്ടറി രതി ബിജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉൾപ്പെടെ വ്യാപകമായ മദ്യമയക്കുമരുന്നുകൾ വിപണിയിലെത്തിക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ ആണെന്ന് മുൻ MP രമ്യ ഹരിദാസ് പറഞ്ഞു. കുറിച്ചിക്കുന്ന് കോളനി മിച്ചഭൂമി സമരത്തിന്റെ 43ാം വാർഷികാഘോഷ സമാപന പരിപാടി ബേക്കലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമ്യ ഹരിദാസ്. വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉൾപ്പെടെ വ്യാപകമായ മദ്യമയക്കുമരുന്നുകൾ വിപണിയിലെത്തിക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചു കൊടുത്ത വിദ്യാലയങ്ങളിൽ ലഹരി കച്ചവടത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നത് SFI ആണെന്നും ആലത്തൂർ മുൻ MP രമ്യ ഹരിദാസ് പറഞ്ഞു. പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് നേതൃത്വത്തിൽ കുറിച്ചിക്കുന്ന് കോളനി മിച്ചഭൂമി സമരത്തിന്റെ 43ാം വാർഷികാഘോഷ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമ്യ ഹരിദാസ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഏറെ വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകാം. നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ പോലും വെള്ളമെടുക്കാൻ ചെല്ലുമ്പോൾ കിണറിൽ നിന്ന് പോലും വെള്ളം കോരിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. എൻ്റെ കുട്ടിക്കാലത്ത് പോലും ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷത വഹിച്ചു. കുറിച്ചിക്കുന്ന് ഭൂസമരത്തിന് നേതൃത്വം നൽകിയ സുന്ദരൻ കുറിച്ചിക്കുന്നിനെ ചടങ്ങിൽ സ്വർണ്ണപതക്കവും പൊന്നാടയും ഉപഹാരവും നൽകി രമ്യ ഹരിദാസ് ആദരിച്ചു. KPCC അംഗങ്ങളായ ഹക്കീം കുന്നിൽ, പാളയം പ്രദീപ്, DCC വൈസ് പ്രസിഡന്റ് സാജിദ് മൗവൽ, DCC ജനറൽ സെക്രട്ടറി VR വിദ്യാസാഗർ, ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV ഭക്തവത്സലൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി, സത്യൻ പൂച്ചക്കാട്, യശോദ നാരായണൻ, ജയശ്രീ മാധവൻ, അഖിലേഷ് തച്ചങ്ങാട്, രാജു കുറിച്ചിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു.
സുന്ദരൻ കുറിച്ചിക്കുന്ന് മറുപടി പ്രസംഗം നടത്തി. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കുറിച്ചിക്കുന്ന് കോളനിയിൽ നിന്ന് ബേക്കൽ ജംഗ്ഷനിലേക്ക് ഘോഷയാത്രയും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാമൂഹിക വൈജ്ഞാനിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ 5 പതിറ്റാണ്ടായി നിറസാന്നിധ്യമായ ഉദിനൂർ യൂണിറ്റ് സുന്നി യുവജന സംഘം പുണ്യ റമളാനിൻ വേറിട്ട കാരുണ്യ പ്രവർത്തനം നടത്തി. രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന ഉദിനൂരിലെ തെരഞ്ഞെടുക്കപ്പെട്ട നിത്യരോഗികൾക്ക് സൗജന്യമായ മരുന്നുകൾ എത്തിക്കുന്ന സാന്ത്വനം മെഡിക്കൽ കാർഡ് പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. ഉദിനൂർ സുന്നി സെന്ററിൽ നടന്ന ഇഫ്താർ മീറ്റ് വേദിയിലായിരുന്നു മെഡിക്കൽ കാർഡ് വിതരണം നടന്നത്. എല്ലാ മാസവും 1500 രൂപ വില വരുന്ന മരുന്നുകൾ സൗജന്യമായി നൽകുന്ന സാന്ത്വനം മെഡിക്കൽ കാർഡ് പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനവും ഗ്രാൻഡ് ഇഫ്താർ മീറ്റും നടന്നു. പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PV അനിൽകുമാർ മെഡിക്കൽ കാർഡ് വിതരണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം M രാഘവൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ, തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുൻ അംഗം KK അമീർ, റിട്ടയർഡ് ഫാം സൂപ്രണ്ട് PV സുരേന്ദ്രൻ, TP അബ്ദുൽ സലാം ഹാജി, KK നൌഫൽ സഅദി, KN വാസുദേവൻ നായർ, ഹുസൈൻ സഖാഫി പെട്ടിക്കൊണ്ട, മൂപ്പന്റെ കത്ത് അബ്ദുൽ കരീം, N ഇബ്രാഹിം കുട്ടി, M സജീഷ് കുമാർ, AG കമറുദ്ദീൻ, ആലക്കാരൻ ഗോപാലൻ, N ശിവദാസൻ, റസാഖ് പുഴക്കര തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഇഫ്താർ മീറ്റിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ള 100 കണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന നാലപ്പാടാം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. മണലിൽ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് നിന്നുമാണ് കലവറ ഘോഷയാത്ര പുറപ്പെട്ടത്. 10 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. മണലിൽ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടത്. വനിതകളുടെ ചെണ്ടമേളം, മുത്തുകുടയേന്തിയ വനിതകൾ, കുട്ടികൾ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ അണിചേർന്ന കലവറ ഘോഷയാത്ര നാലപ്പാടം കുന്നത്ത് തറവാടിൽ എത്തിച്ചേർന്നു. നിരവധി ആളുകളാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത്. രാത്രി തെയ്യം കൂടലും പുലർച്ചെ പൊട്ടൻ തെയ്യവും തുടർന്ന് വിവിധ തെയ്യങ്ങളും കെട്ടിയാടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർഷക തൊഴിലാളി സംഘ് BMS ജില്ലാ വാർഷിക പ്രതിനിധി സമ്മേളനം വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു.
കർഷക തൊഴിലാളി സംഘ് BMS ജില്ലാ വാർഷിക പ്രതിനിധി സമ്മേളനം വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. യക്ഷഗാനങ്ങളാൽ പ്രസിദ്ധമായ സ്ഥലം. മറ്റൊന്ന് കേട്ടിരിക്കുന്നത് സെലിബ്രിറ്റികളുടെ, ഇപ്പോൾ സിനിമാ ഫീൽഡിലാണെങ്കിൽ അതാ സിനിമാ ഫീൽഡിലാരാണ് ഇവിടെ ഏറ്റവും പ്രശസ്തമായി ഇല്ലേ? അറിയില്ലേ? ഒരുപാട് പേരുണ്ട്. പക്ഷെ കാവ്യ മാധവനല്ലേ നിങ്ങൾ ആദ്യം പറയല്ലേ? എന്താ നിങ്ങൾ പറയാത്തത് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ ചെറുപ്പത്തിൽ വായിച്ചറിഞ്ഞത്, അതായത് ക്രിക്കറ്റിലെ മുൻ ക്യാപ്റ്റനായ അനിൽ കുംബ്ലയുടെ നാട് എന്നാണ് അല്ലേ? അങ്ങനെ അറിയോ ആരെങ്കിലും? യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മടിക്കൈ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ A വേലായുധൻ, BMS ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണൻ കേളോത്ത, മടിക്കൈ മേഖലാ പ്രസിഡന്റ് മണി വാഴക്കോട്, സെക്രട്ടറി തമ്പാൻ പറക്കളായി, ഉദുമ മേഖലാ പ്രസിഡന്റ് വിനോദ് അണിഞ്ഞ, സെക്രട്ടറി ഭാസ്കരൻ, മുള്ളിരിയ മേഖലാ പ്രസിഡന്റ് ആനന്ദൻ, മടിക്കൈ പഞ്ചായത്ത് സെക്രട്ടറി കുമാരൻ പുളിക്കാൽ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് തേളി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ നാരായണൻ വാഴക്കോട് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളെ BMS ജില്ലാ സെക്രട്ടറി KV ബാബു പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി സുനിൽ വാഴക്കോട്, ട്രഷറർ N നാരായണൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി VB സത്യനാഥ് സമാരോഹ പ്രഭാഷണം നടത്തി. സുലോചന കോട്ടപ്പാറ സ്വാഗതവും സുനിൽ വാഴക്കോട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പള്ളിക്കര CH സെന്ററും മുസ്ലിം ലീഗ് കമ്മിറ്റിയും സംയുക്തമായി പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമാശ്വാസ പദ്ധതി വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചു. ബേക്കൽ ഓക്സ് റെസിഡൻസി ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. മുസ്ലിം ലീഗ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രസ്ഥാനമാണെന്നും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല മുസ്ലിം ലീഗ് ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സെന്ററും അതുപോലെ ശാക്തങ്ങൾ സമാശ്വാസ പദ്ധതിയുമൊക്കെ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്നും തന്നലുമായി നിന്നുകൊണ്ടിരുന്ന മഹനെ മർഹൂം PA ഇബ്രാഹിം ഹാജി അവർ ശാക്തങ്ങൾ സമാശ്വാസ പദ്ധതിക്ക് ഇവിടെ എല്ലാ വിധത്തിലുള്ള പിന്തുണ നൽകിക്കൊണ്ട് ഡോക്ടർ PA ഇബ്രാഹിം ഹാജി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പള്ളിക്കര CHC സെന്ററും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമാശ്വാസ പദ്ധതി വിതരണോദ്ഘാടനം ബേക്കൽ ഓക്സ് റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബൈത്തുറഹ്മ CH സെന്റർ, KMCC, PTH എന്നിവ വഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിലൂടെ പാവപ്പെട്ട അനേകായിരങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP, ശിഹാബ് തങ്ങൾ, ഡോക്ടർ PA ഇബ്രാഹിം ഹാജി അനുസ്മരണം നടത്തി. പള്ളിക്കര CH സെന്റർ ചെയർമാൻ PA അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സിദ്ദീഖ് പള്ളിപ്പുഴ സ്വാഗതം പറഞ്ഞു. ഹാഫിൽ മുഹമ്മദ് മുസമ്മിൽ ഗിറാത്ത് നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി, ട്രഷറർ PM മുനീർ ഹാജി, വൈസ് പ്രസിഡന്റ് KA ബക്കർ, AKM അഷ്റഫ് MLA, മുസ്ലിം ലീഗ് ഉദുമ മണ്ഡലം ജനറൽ സെക്രട്ടറി KB മുഹമ്മദ് കുഞ്ഞി, അബ്ദുള്ള ഇബ്രാഹിം, ലത്തീഫ് ഇബ്രാഹിം, അമീൻ ഇബ്രാഹിം, സൽമാൻ ഇബ്രാഹിം, പള്ളിക്കര CH സെന്റർ ജനറൽ കൺവീനർ PK അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഇഫ്താറിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, മുൻ MP രമ്യ ഹരിദാസ്, ഹമീദ് ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, ഹമീദ് മാങ്ങാട്, ഹക്കീം കുന്നിൽ, റഷീദ് ഹാജി കല്ലിങ്കാൽ, സോളാർ കുഞ്ഞാമത് ഹാജി, TP കുഞ്ഞബ്ദുള്ള ഹാജി, സാജിദ് മൗവൽ, അഡ്വക്കേറ്റ് BM ജമാൽ എന്നിവരടക്കം പ്രമുഖ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നമ്പ്യാരടുക്കം ശ്രീ രക്തേശ്വരി കരിഞ്ചാമുണ്ടി ഗുളികൻ ദേവസ്ഥാന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര വിളക്ക് പൂജ നടന്നു. നമ്പ്യാരടുക്കം ശ്രീ രക്തേശ്വരി കരിഞ്ചാമുണ്ടി ഗുളികൻ ദേവസ്ഥാന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി സർവേശ്വര വിളക്ക് പൂജ നടന്നു. സമന്ത്രാർത്ഥരൂപിണ്യൈ നമഃ ശ്രീ ഹനുമാൻ
പൊള്ളക്കട രോഹിണി അന്തർജനത്തിന്റെ കാർമ്മികത്വത്തിലാണ് സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നത്. തുടർന്ന് വിവിധ പൂജാകർമ്മങ്ങൾ നടന്നു. പ്രതിഷ്ഠാദിന മഹോത്സവം ദർശിക്കാനായി നിരവധി ആളുകളാണ് ദേവസ്ഥാന സന്നിധിയിലേക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സഹൃദയ പാകം സ്കോളാസ്റ്റിക് അവാർഡ് വിതരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സഹൃദയ മഹം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രവാസി കൂട്ടായ്മയായ സഹൃദയ പാക്കത്തിന്റെ നേതൃത്വത്തിൽ സ്കോളാസ്റ്റിക് അവാർഡ് വിതരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സംഘടന രൂപീകരിച്ച് 15 വർഷം പൂർത്തീകരിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി സഹൃദയ മഹം എന്ന പേരിൽ പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് റെയിൽവേ പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ് CK ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി. കുഞ്ഞിന്റെ നാവിൽ ചെത്തിയിറക്കിയ പനയിൽ നിന്നും തെങ്ങിൽ നിന്നുമുള്ള കള്ളായിരുന്നു കൊടുത്തു വെച്ചിരുന്നത്. തേനും വൈകിട്ടൊക്കെ പകരം അന്നത്തെ കള്ളൊക്കെ നല്ലതായിരുന്നു. ആ കള്ളൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു കരുതിയുള്ളൂ. പക്ഷെ ഇന്ന് കള്ളുമാറി, കഞ്ചാവ് മാറി, നൗഷധം മാറി, പെക്കടി മാറി, തേയിലയും ശമ്പു തുളസി ഉള്ളിപ്പൊക്കെ മാറി. ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ LSD ആയി MDA പോലുള്ള സാധനങ്ങളായി മാറി. MDA പോലുള്ള സാധനങ്ങളായി മാറി. പ്രിയപ്പെട്ടവർക്ക് വയ്ക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഡെഫിനേഷനിൽ മാറ്റം പോലും വരേണ്ട സമയം കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഡെഫിനേഷനാണ് സ്ഥിരമായ ഉപയോഗത്താൽ ശാരീരികവും മാനസികവും വൈകാരികമായിട്ടുണ്ടാകുന്ന എന്തിനേയും. പക്ഷേ MDA പോലുള്ള സാധനങ്ങളൊക്കെ അതൊരിക്കലും നമ്മൾ പ്രകൃതിക്കുന്ന സാധനമല്ല, രാസവസ്തുക്കൾ കൂട്ടിച്ചേർന്നുണ്ടാകുന്ന സാധനമാണ്. സഹൃദയ കൺവീനർ രാജൻ ആലക്കോട് അധ്യക്ഷത വഹിച്ചു. പരിപാടിക്ക് വേണുഗോപാൽ തായത്ത് സ്വാഗതവും മധു പാക്കം നന്ദിയും പറഞ്ഞു. ഗംഗാസുധൻ കണ്ണംവയൽ പരിപാടിക്ക് ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ കേരളത്തോട് അവഗണന കാട്ടിയെന്നാരോപിച്ച് LDF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാർ ബജറ്റിൽ കേരളത്തോട് അവഗണന കാട്ടിയെന്നാരോപിച്ചാണ് LDF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ധർണാസമരം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ഈ കേരളീയ സമൂഹത്തോട്, കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, എന്തെല്ലാം ഉപരോധങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ ബദലുകൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. കേരള കോൺഗ്രസ് M നേതാവ് കുര്യാക്കോസ് പ്ലാപ്പറമ്പൻ അധ്യക്ഷനായി. ബംഗളം കുഞ്ഞികൃഷ്ണൻ, ഉദിനൂർ സുകുമാരൻ, PP രാജു, കൃഷ്ണൻ പനങ്കാവ്, M ഹമീദ് ഹാജി, PT നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. KV കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടകയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മംഗളൂരുവിൽ 75 കോടി രൂപ വില വരുന്ന 37 കിലോഗ്രാം MDMA-യുമായി 2 സൗത്ത് ആഫ്രിക്കൻ യുവതികൾ പിടിയിൽ. നോർത്ത് കോട്ടച്ചേരി പദ്മ ക്ലിനിക്കിൽ പ്രസവത്തിന് പ്രവേശിക്കപ്പെട്ട ചേറ്റുകുണ്ടിലെ സാഗറിന്റെ ഭാര്യ ദീപയും നവജാത ശിശുവും മരണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യം. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദ്മ ആശുപത്രിക്ക് മുന്നിൽ ബഹുജന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ടൗണിൽ ഇഫ്താർ വിരുന്നൊരുക്കുന്നതിൽ 19 വർഷം പൂർത്തിയാക്കിയ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ നടത്തി. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് MN സ്മാരകത്തിൽ നടന്നു. കൺവെൻഷൻ പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ റമദാൻ റിലീഫും ഇഫ്താർ സംഗമവും മാർച്ച് 19-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതി 2025-26 ജില്ലാതല ഉദ്ഘാടനവും ധനസഹായ വിതരണവും നടന്നു.
വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും 2025 ഏപ്രിൽ 29 മുതൽ മെയ് 6 വരെ തീയതികളിൽ നടക്കും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.